ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിനി 5th സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. യൂണിറ്റിൻ്റെ പേരാണ് ദ വിങ്സ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ ചിറകുകൾ എന്നാണ് ഹെഡിങ്ങിൻ്റെ മലയാളം മീനിങ്. അവിടെ നല്ലൊരു മനോഹരമായ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നതും കൂടി നമുക്കൊന്ന് വായിക്കാം. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ആ ചിന്തകളാണ് പിന്നീട് എന്തായി മാറുന്നത്? പ്രവൃത്തിയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിനി നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠത്തിൻ്റെ പേരാണ് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയ ട്രെയിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ദ ലിറ്റിൽ ട്രെയിൻ റാൻ എലോങ് ദ ട്രാക്ക്. ആ കൊച്ചു ട്രെയിൻ ട്രാക്കിലൂടെ ഓടുകയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അവളൊരു സന്തോഷവതിയായിട്ടുള്ള ഒരു കൊച്ചു ട്രെയിനായിരുന്നു. ഹെയർ കാർസ് വെയർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ആ ട്രെയിനിൽ നിറയെ എന്തായിരുന്നു? ബോയ്സിനും ഗേൾസിനും ഒക്കെ വേണ്ട ടോയ്സ് ആയിരുന്നു. ദേ വെയർ ഓൾ കൈൻഡ്സ് ഓഫ് ടോയ് ആനിമൽസ്. അപ്പോൾ ആനിമൽസിൻ്റെ ടോയ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ജിറാഫ് വിത്ത് ലോങ് നെക്സ്, നീണ്ട കഴുത്തുകളുള്ള ജിറാഫുകൾ. ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ്, കഴുത്തില്ലാത്ത കരടിപ്പാവകൾ. ആൻഡ് ഇവൻ എ ബേബി എലിഫൻറ്റ്, അതുകൂടാതെ ഒരു കുട്ടി ആനയും. ദേ വെയർ ഓൾ കൈൻഡ്സ് ഓഫ് ഡോൾസ് ടു. ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള പാവക്കുട്ടികളും അതിലുണ്ടായിരുന്നു. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, മഞ്ഞ നിറത്തിലുള്ള മുടിയുള്ളതും അതുപോലെ തന്നെ ബ്ലൂ കളറുള്ള കണ്ണുള്ളതുമായിട്ടുള്ള പാവകൾ. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള കളിപ്പാട്ട കോമാളി. ദർ വെയർ ടോയ് ട്രക്ക്, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ട്രക്കിൻ്റെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു, എയ്റോപ്ലെയിൻസിൻ്റെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു, ബോട്ടിൻ്റെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ദർ വെയർ പിക്ചേഴ്സ്, ബുക്ക്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. അതുകൂടാതെ തന്നെ കളർ ചെയ്യുന്ന പുസ്തകങ്ങളും ഗെയിംസും ഡ്രം പ്ലേ ചെയ്യാനുള്ള ഡ്രമ്മൊക്കെ ഉണ്ടായിരുന്നു. But that was not all. The little train carried good things to eat too. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, തിന്നാനുള്ള സാധനം കൂടി ഈ ട്രെയിനിലുണ്ടായിരുന്നു. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, വലിയ ഉരുണ്ട ഓറഞ്ചുകൾ. ഫാറ്റ് റെഡ് ആപ്പിൾ, തടിച്ച റെഡ് ചുവന്ന നിറത്തിലുള്ള ആപ്പിൾ. ലോങ് യെല്ലോ ബനാനാസ്, നീളമുള്ള മഞ്ഞ നിറത്തിലുള്ള ബനാനാസ് വാഴപ്പഴം. ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്പ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഡിന്നർ കഴിഞ്ഞ ശേഷം കഴിക്കാനുള്ള ഫ്രഷും കോൾഡും തണുത്തതുമായിട്ടുള്ള മിൽക്കും അതുപോലെ തന്നെ ലോലിപോപ്പ് അറിയില്ല എല്ലാവർക്കും. അപ്പോൾ അത്രയും സാധനങ്ങൾ ട്രെയിനിലുണ്ടായിരുന്നു. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദിസ് ഗുഡ് തിങ്സ് ടു ദി അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ എന്താ? മല, പർവ്വതം എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ മലയുടെ അപ്പുറത്തേക്കാണ് ഈ ട്രെയിനിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഈ ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. എന്നെ കാണുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എന്ത് സന്തോഷമാകും. എന്നെ കാണുമ്പോൾ അവരെല്ലാം വളരെയധികം സന്തോഷിക്കും. സെഡ് ദി ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്. ഞാൻ കൊണ്ടുചെല്ലുന്ന നല്ല ടോയ്സും ഫുഡും ഒക്കെ അവർ ഒരുപാട് ഇഷ്ടപ്പെടും. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. ഇപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അതേ സമയം തന്നെ ട്രെയിൻ അവിടെ നിന്നുപോയി. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അവൾക്ക് അനങ്ങാനേ പറ്റുന്നില്ല. ഹോ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ചിട്ട് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പറയാണ്, വാട്ട് ക്യാൻ ബി ദ മാറ്റർ. എന്താണ് സംഭവിച്ചത്? എന്താ പറ്റിയത്? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് എഗെയിൻ. അവൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. വീണ്ടും ശ്രമിച്ചു. ബട്ട് ഹെയർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷേ അവളുടെ വീല് തിരിഞ്ഞതേയില്ല, അനങ്ങിയതേയില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദി ടോയ് ആനിമൽസ്. അപ്പോഴാണ് ടോയ് ആനിമൽസ് പറയുന്നത്, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ നിന്നെ സഹായിക്കാം. ദ ക്രൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. അപ്പോൾ കോമാളിയും അതുപോലെ തന്നെ ആനിമൽസ് ആയിട്ടുള്ള ടോയ്സും ഒക്കെ എന്ത് ചെയ്തു? അവരെ കൊണ്ടുപോകുന്ന ആ ട്രെയിനിൻ്റെ കാസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി.
ദേ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവർ ആ ട്രെയിൻ തള്ളാൻ വേണ്ടി, പുറകിൽ നിന്ന് തള്ളാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷേ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ അനങ്ങുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് ടു. അപ്പോഴത്തേക്കും ആര് പറയുകയാണ്? സെറ്റ് ദ ഡോൾസ്. ഡോൾസ് പറയാണ് ഞങ്ങളും സഹായിക്കാം. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈഡ് ടു പുഷ്. അങ്ങനെ അവരും പുറത്തിറങ്ങിയിട്ട് തള്ളാൻ ശ്രമിക്കുകയാണ്. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. ഇപ്പോഴും നമ്മുടെ കൊച്ചു ട്രെയിൻ അനങ്ങുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ടോയ്സിനും ഡോൾസിനും ഒക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിംഗ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോഴാണ് അപ്പുറത്തെ ട്രാക്കിലൂടെ ഒരു പുതിയ എൻജിൻ, നല്ല തിളക്കമുള്ള പുതിയ എൻജിൻ, നല്ല പുകയൊക്കെ വിട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ്. ചിലപ്പോൾ ആ എൻജിന് നമ്മളെ സഹായിക്കാൻ കഴിയുമായിരിക്കും. ക്രൈഡ് ദ ക്രൗൺ. അലറിക്കൊണ്ട് നമ്മുടെ ക്രൗൺ എന്താ കോമാളിയായിട്ടുള്ള ആ പാവ പറയാണ്. ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. ഒരു ചുവന്ന പതാക, ഒരു ഫ്ലാഗ് ഇങ്ങനെ വീശിക്കൊണ്ട് അവൻ ഇങ്ങനെ ആ ട്രെയിനെ വിളിക്കുകയാണ്. ദ ഷൈനി ന്യൂ എൻജിൻ ഷോവ് ഡൗൺ. ആ ന്യൂ എൻജിൻ, ആ പുതിയ തിളക്കമുള്ള ആ എൻജിൻ അവിടെ നിന്നു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം. ആ ഡോൾസും ടോയ്സും ഒക്കെ ആ എൻജിനെ വിളിക്കുകയാണ്. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. ദേ സെഡ്. അവർ പറഞ്ഞു. പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ഞങ്ങളെ എങ്ങനെയെങ്കിലും ആ മൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കണമെന്ന് ഈ എൻജിനോട് പാവകളൊക്കെ പറയുകയാണ്. ഇഫ് യു ഡു നോട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. ഇനി അഥവാ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ബോയ്സിനും ഗേൾസിനും ഒന്നും കളിക്കാൻ നല്ല പാവകളും നല്ല ഫുഡും ഒന്നും കിട്ടില്ല എന്ന് ആര് പറയുന്നു? ഈ പാവകളൊക്കെ കൂടി പറയാണ്. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. ചെറിയ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ ആ ട്രെയിൻ പറയാണ്, ആ എൻജിൻ പറയാണ്. യു വാണ്ട് ടു മീ ടു പുൾ യു. നീ എന്നോട് ആവശ്യപ്പെടുന്നത് നിന്നെ വലിക്കാനാണോ? ഹീ സെഡ്. അവൻ പറഞ്ഞു. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. ഇത് ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഐ ക്യാരി പീപ്പിൾ. ഞാൻ ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ്. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്. അവർ എൻ്റെ ഉള്ളിലെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിൽ ഇരിക്കും. ഈ കാർസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരിക്കാനും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിനാണ് കേട്ടോ കാർസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മൃദുവായിട്ടുള്ള സീറ്റുകളിൽ ആളുകൾ ഇരിക്കും. അതുപോലെ തന്നെ ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. ജനലിൻ്റെ ഉള്ളിലൂടെ അവർ പുറത്തേക്ക് നോക്കും. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. അവർ നല്ല ഡൈനിങ് കാറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ദേ ഇവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. അതുപോലെ തന്നെ അവർ എൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഹൗ ഡെയർ യു ആസ്ക് മീ. നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്നോട് നിന്നെ വലിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്നോട് ഇത് ചോദിച്ചത്? ദ ഷൈനി ന്യൂ എൻജിൻ വെൻറ്റ് വിത്തൗട്ട് അനദർ വേർഡ്. മറ്റൊന്നും പറയാതെ ആ ന്യൂ എൻജിൻ അവരെ കടന്നു പോയി. ഹൗ സാഡ് വെയർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അങ്ങനെ ടോയ്സും ഡോൾസും എല്ലാം വളരെയധികം സങ്കടത്തിലായി. താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ നിർത്തുവാണ്. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഇടാം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ ഞാൻ നോട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.